ഓ, എന്തൊരു ചൂടാല്ലേ. ഹലോ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പോസം ടോക്സ് വിത്ത് എൻ. ഞാൻ നിങ്ങളുടെ സ്വന്തം നവീൻ ശ്രീനിവാസൻ. കേരളത്തിൻ്റെ ചൂടിനെ പറ്റി പറയേണ്ട കാര്യമില്ലല്ലോ അല്ലേ? നമുക്ക് മനുഷ്യർക്ക് തന്നെ സഹിക്കാൻ പറ്റാത്ത ചൂടായി മാറിയിരിക്കുകയാണ് ഇക്കൊല്ലത്തെ വേനൽ. അപ്പോൾ പിന്നെ പെറ്റ്സിൻ്റെ കാര്യം പറയണോ? പെറ്റ്സിന് കേരളത്തിൻ്റെ ചൂട് വളരെ വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു കണ്ടീഷനായി മാറിയിരിക്കുകയാണ്. ഈ ചൂടത്ത് നമ്മുടെ പെറ്റ്സിന് എങ്ങനെ കുറച്ച് ആശ്വാസം നൽകാം, അതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദയവായി വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. നമ്പർ 1, ഹൈഡ്രേഷൻ. ശുദ്ധമായ വെള്ളം. മനുഷ്യരെ പോലെ തന്നെ ഡീഹൈഡ്രേഷൻ വരാൻ വളരെയധികം സാധ്യതയുണ്ട് പെറ്റ്സിനും ഈ വേനൽ ചൂടിൽ. അവർക്ക് കുടിക്കാനായി ശുദ്ധജലം എപ്പോഴും അവൈലബിൾ ആക്കി കൊടുക്കുക. അതിനുവേണ്ടി നമുക്ക് പല ബൗളുകൾ ആയി വെള്ളം വീടിന്റെ പല ഭാഗത്തായിട്ട് വെച്ചു കൊടുക്കാവുന്നതാണ്. കുറച്ച് ഐസ് കട്ടകൾ അവരുടെ വെള്ളം ബൗളിനകത്ത് ഇടുന്നത് വളരെ നല്ലതായിരിക്കും. ഇത് അവരുടെ ബോഡി ഹീറ്റ് കുറയ്ക്കാനായി സഹായിക്കും. നിങ്ങളുടെ പെറ്റ്സിനെ ഔട്ട്ഡോറിൽ ഇടുന്ന പരമാവധി ഒഴിവാക്കുക ഈ വേനൽ സമയത്ത്. നമ്മൾ പല വീട്ടിലും കണ്ടിട്ടുണ്ട്, വീട്ടിൻ്റെ വെളിയിൽ ഒരു ഷീറ്റ് അടിച്ച ഷെഡിനകത്തായിരിക്കും പലവരും അവരുടെ നായയെ നിർത്തിയിരിക്കുന്നത്. ഈ വേനൽ ചൂടിൽ ആ ഷീറ്റിനകത്ത് നിൽക്കുന്ന കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത് പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക. ഔട്ട്ഡോർ പെറ്റ്സിനായി നല്ല തണലുള്ള സ്ഥലവും വെള്ളവും എപ്പോഴും ഉറപ്പുവരുത്തുക. അടുത്തതായി അവരെ നടക്കാൻ കൊണ്ടുപോകുന്ന സമയം. ഈ വേനൽ സമയത്ത് റോഡൊക്കെ നല്ല ചൂടായിട്ടായിരിക്കും കിടക്കുന്നത്. നമ്മൾ കൈ കൊണ്ടൊന്ന് തൊട്ട് നോക്കിയാൽ നമുക്കറിയാം, പൊള്ളിപ്പോവും. അതുകൊണ്ട് നടക്കാൻ കൊണ്ടുപോകുന്നത് പരമാവധി രാവിലെ ഒരു 7 മണിക്ക് മുന്നീടോ അല്ലെങ്കിൽ വൈകുന്നേരം ഒരു 6 മണിക്ക് ശേഷമോ ആക്കാൻ ശ്രമിക്കുക. നമ്പർ 3, ഗ്രൂമിങ്. നിങ്ങളുടെ പെറ്റ്സിന് 2 ലെയറോ 3 ലെയറോ കോട്ടുള്ള പെറ്റ്സ് ആണെങ്കിൽ പ്രോപ്പറായിട്ട് ഗ്രൂം ചെയ്യുക എന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ അത് പരമാവധി ഒരു ട്രെയിൻഡ് ഗ്രൂമിംഗ് സെൻറ്ററിൽ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുക. പിന്നീട് വളരെയധികം പെറ്റ് പേരൻസ് ചെയ്യുന്ന ഒരു തെറ്റാണ് ഷേവ് ചെയ്ത് കളയുക. ചൂടല്ലേ, അല്പം മുടി ഫുള്ളായിട്ടും കളഞ്ഞാൽ അവർക്കൊരു ആശ്വാസമാകും എന്ന നല്ല ഉദ്ദേശത്തിലായിരിക്കും നമ്മൾ ചെയ്യുന്നത്. പക്ഷേ അത് പലപ്പോഴും അങ്ങനെ അല്ല കേട്ടോ. ദൈവം ഓരോ ജീവജാലങ്ങളെ സൃഷ്ടിച്ചത് വളരെ അധികം ആലോചിച്ചാണ്. അവരുടെ നാച്ചുറൽ ഹെയർ കോട്ട് അവർക്ക് ഹീറ്റും സൺബേണും നിന്നും പ്രൊട്ടക്ഷനും കൂടെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് ഗ്രൂം ചെയ്ത് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുക. പക്ഷെ ഒരിക്കലും ഷേവ് ചെയ്ത് കളയരുത്. നമ്പർ 4, കൂളിംഗ് ഓപ്ഷൻസ്. അവരെ നിർത്തുന്ന സ്ഥലത്ത് പരമാവധി നല്ല വെന്റിലേഷൻ ഉറപ്പുവരുത്തുക. പറ്റുകയാണെങ്കിൽ ഒരു ഫാൻ വെച്ച് കൊടുക്കാം. പിന്നെ വളരെ അധികം ചൂടുള്ള സമയത്ത് ഒരു ടവൽ നനച്ചിട്ട് കൊടുത്താൽ അവർക്ക് അതിൽ കിടന്നാൽ ഒരു ആശ്വാസം കിട്ടുന്നതാണ്. ഇന്നിപ്പോൾ ഓൺലൈൻ നോക്കിയാൽ തന്നെ കൂളിംഗ് മാറ്റ്സ് വളരെയധികം പോപ്പുലർ ആണ്. നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അതും മേടിച്ചു കൊടുക്കാവുന്നതാണ്. അടുത്തതായി ഡയറ്റ്. വേനൽ സമയത്ത് ലൈറ്റായിട്ട് പെട്ടെന്ന് ദഹിക്കാൻ പറ്റുന്ന ഫുഡ് അവർക്ക് കൊടുക്കാൻ ശ്രമിക്കുക. വെള്ളം അധികമുള്ള പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. തണ്ണിമത്തൻ, വെള്ളരിക്ക, പംകിൻ, ഇതൊക്കെ അവർ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന തൈര്, അത് അല്പം ഡൈല്യൂട്ട് ചെയ്ത് അവർക്ക് തണുപ്പിച്ച് കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. അടുത്തതായി ഓൾവേസ് വാച്ച് ഔട്ട് ഫോർ ഹീറ്റ് സ്ട്രോക്ക് സിംറ്റംസ്. എക്സസീവ് പാൻറ്റിങ്, ഡ്രൂളിങ് അല്ലെങ്കിൽ വോമിറ്റിംഗ്, അതായത് ശ്വാസം വിടലിൽ സാധാരണക്കാളും ഒരു മാറ്റം, അല്ലെങ്കിൽ ഡ്രൂളിങ് അഥവാ നാക്കീന്ന് തുപ്പൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഛർദിൽ, പിന്നെ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം കഴിക്കുന്നതിൻ്റെ അളവ് അല്പം കുറഞ്ഞു, ഈ പറയുന്ന ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അത് ഹീറ്റ് സ്ട്രോക്ക് ആവാൻ സാധ്യതയുണ്ട്. അങ്ങനെ കണ്ടെത്തിയാൽ ഉടനെ തന്നെ അവർക്ക് നോർമൽ റൂം ടെമ്പറേച്ചറിലെ വെള്ളം കൊടുക്കുക. അവരെ ഒരു തണുത്ത മുറിയിലേക്ക് മാറ്റിയ ശേഷം നിങ്ങളുടെ വെറ്റിനറി ഡോക്ടറെ വിളിച്ച് ഉപദേശം തേടുക. നമ്മൾ ഇന്ന് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഈ സമ്മറിൽ നമ്മുടെ പെറ്റ്സിനെ കൂളാക്കാനും സേഫ് ആക്കാനും ഉപയോഗപ്രദമായ കുറച്ച് കാര്യങ്ങൾ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപയോഗപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ മറ്റു പെറ്റ് പേരൻസിന് ദയവായി ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും കാണാം പുതിയ ടോപ്പിക്കുമായി പോസം ടോക്സ് വിത്ത് എൻ. താങ്ക് യു.